ഹായ്, വെൽക്കം ടു സൺ ട്രിപ്പ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമല്ല, ആഗസ്റ്റിൽ വാങ്ങിച്ചാണ്. നമുക്ക് 2-3 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഓടിച്ചിട്ട് എന്താണ് അതിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് ഇപ്പോൾ നമ്മളിൽ പറയണേ. അത് മാത്രമല്ല, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് റിവ്യൂ പോലെ ഒന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെ ഗുണങ്ങൾ നോക്കണം എനിക്ക് സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സ്കൂട്ടറിൻ്റെ മൊത്തത്തിലുള്ളൊരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡിസൈനൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു സ്റ്റൈലിഷ് ഡിസൈൻ തന്നെയാണ്. അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഒരു സ്കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെയാണ് സ്കൂട്ടർ. മറ്റുള്ള വണ്ടികളെ പോലെയല്ല. എനിക്ക് ഡിസൈനിങ് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ് ഈ സ്കൂട്ടറിൻ്റെ. അപ്പോൾ ഡിസൈൻ്റെ അകത്തൊന്നും പറയാനില്ല. നമുക്കിത് ബജാജിൻ്റെ എന്ന് പറയാൻ ബജാജിൻ്റെയാണ്, പക്ഷേ അത് ബജാജ് എന്നുള്ളതിൽ കൊടുത്തിട്ടില്ലേ. നമുക്കിതിന് ചേതക് എന്നുള്ള നമ്മുടെ പണ്ടത്തെ സ്കൂട്ടറിൻ്റെ സെയിം പേരാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ചേതക് എന്നാണ് ഇതിന് മുകളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബജാജിൻ്റെതായിട്ടുള്ള വേറെ എംബ്ലങ്ങളൊന്നും ഇതിൻ്റെ മുകളിലില്ല. ചേതക് എന്നുള്ളൊരു ബ്രാൻഡിൽ തന്നെയാണ് ഇതിൽ ഇറക്കിയിട്ടുള്ളത്, ഈ സ്കൂട്ടർ ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും നല്ല സ്കൂട്ടറിൻ്റെ ഒരു ഷേപ്പ് തന്നെയാണ്. പിന്നെ ഇതിന് പറയാമെന്ന് വെച്ചാൽ ഇത് ഫുള്ളി മെറ്റൽ ബോഡിയാണെന്നാണ് പറയുന്നത്. ഫുൾ മെറ്റൽ ബോഡിയാണ് വണ്ടിക്ക്. അത് നമുക്ക് ഫുൾ ഒറ്റ പോർഷനാണ്. നമുക്ക് ബാക്കിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഫുള്ള് ഒറ്റ പോർഷൻ, ഒറ്റ ബോഡിയാണ്. ഇപ്പം മറ്റുള്ള വണ്ടികൾ പോലെ പീസല്ല, ഫുൾ ഒറ്റ പീസാണ്. ഇപ്പോൾ നമുക്ക് ഒന്ന് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷേ ഇതിൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വേറെ ഗ്യാപ്പുകളൊന്നും ഇല്ലാത്ത കാരണം കടകട ശബ്ദങ്ങളോ അല്ലെങ്കിൽ മീൻസ് അവിടെ വെള്ളമാണെങ്കിൽ ഇഷ്യൂസൊന്നും ഇല്ല, ഒറ്റ ബോഡി ആയതുകൊണ്ട്. പിന്നെ എൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ക്രാച്ചോ അല്ലെങ്കിൽ ഞണക്കൊക്കെ ഉണ്ടെങ്കിൽ ബോഡി മൊത്തം ഫുള്ള് നമുക്ക് മാറ്റേണ്ടി വരും. അതാണ് പിന്നെ എൻ്റെ വേറെ ഒരു വിഷയമുള്ളത്. ചേതക്ക് ബ്ലൂ എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റാർട്ടിങ് ബേസ് മോഡലാണ്. അപ്പോൾ നമുക്കിതിന് കീ ആണ് വരുന്നത്. കീ വെച്ചാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് മറ്റൊക്കെ വരുന്നത്. ഇതിൻ്റെ കൂടിയ മോഡലിൽ വരുന്ന കീ അല്ല, അത് ജസ്റ്റ് പുഷ് സ്റ്റാർട്ടാണ് വരിക. പുഷ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ ആക്കുന്ന പോലെ, മറ്റേ കാർ പോലെ അല്ല, ഇത് ഇലക്ട്രിക് ആണല്ലോ, അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഈ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ടയറിലേക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടയർ എന്ന് പറയുമ്പോൾ വന്നിട്ടുള്ള MRFിൻ്റെ ടയറിനെയാണ്. പിന്നെ അലോയ് വീലാണ്. 90-12 ഇതിൻ്റെ ടയറിൻ്റെ സൈസ് വരുന്നത്. മൊത്തം 12 സൈസ് വരുന്നത്. പിന്നെ അലോയ് വീലാണ്. അലോയ് വീല് കുഴപ്പമില്ലാത്തൊരു ഭംഗിയുള്ളൊരു അലോയ് വീലാണ്. സൈക്കിളിൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷോക്കപ്പാണ്. അപ്പോൾ അതിനുള്ള കംഫർട്ടാണ് ഉണ്ടാവുള്ളതെന്ന് പറയണേ. പക്ഷെ എനിക്ക് നല്ല സ്മൂത്ത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു കംഫർട്ട് ഉണ്ട്. പിന്നെ മൺഗാർഡ് വരുന്നത് ഫൈബറാണ്. ബോഡിയൊക്കെ മെറ്റലാണെങ്കിലും മൺഗാർഡ് ഫൈബറാണ്. അപ്പോൾ എന്താണ് ഫൈബർ ആയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അത് വെള്ളം അടിച്ച് തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള ഒരു സെറ്റിങ്സ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിനായിരിക്കും ഒരു പക്ഷേ. പിന്നെ വശങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡിസൈൻ ഉണ്ട്, ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ. ഈ സൈഡിൽ ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ടേൺ ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്ററിൻ്റെ മുകളിൽ ഇവിടെ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു നെറ്റ് ഗ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ചേതക്കിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്പർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് LED ലൈറ്റാണ് വരുന്നത്. അതിൽ ഡേ ടൈം DRL കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഫുൾ ടൈം DRLും വർക്ക് ചെയ്യും, ഹെഡ്ലൈറ്റും വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാ സ്കൂട്ടറിനും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മിററുണ്ട്. മിററിൻ്റെ മുകളിൽ നമുക്ക് ചേതക്കിൻ്റെ ലോഗോ ഉണ്ട്. അപ്പോൾ ആ ഷേപ്പിൽ തന്നെയാണ് മിറർ. അതുകൊണ്ട് കുറച്ച് നമ്മുടെ ഹാൻഡിലായിട്ടും കുറച്ചെങ്കിലും തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു ചിലർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റിൽ വയ്ക്കാം, തിരിച്ച് വേണമെങ്കിൽ സ്ട്രൈറ്റിൽ വയ്ക്കാം. പക്ഷെ അത് തിരിച്ച് വയ്ക്കുന്നതാണ് അതിൻ്റെ ഭംഗിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമുക്ക് ഡിം ആൻഡ് ബ്രൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ടേൺ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്കുള്ള ഈ സൈഡിലും, പിന്നെ ഫോണ് റൈറ്റിലേക്കുള്ള മറ്റേ സൈഡിലാണ്. ഇത് നമുക്ക് ഫോണ് കട്ട് ചെയ്യാനും എടുക്കാനും വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലായത്. റൈറ്റ് സൈഡിൽ വരുന്നതും സെയിം അങ്ങനെ ഇതുണ്ട്. ഡ്രൈവ് മോഡ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, റിവേഴ്സ് മോഡ് ഉണ്ട്. ഇത് മോഡാണ്, നമുക്ക് മീറ്റർ കൺസോളിൽ മോഡ് മാറ്റി കഴിഞ്ഞാൽ ഓപ്ഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട്. ഇത് റൈറ്റിക്കുള്ള ഇൻഡിക്കേറ്റർ സ്വിച്ചാണ്. ഇപ്പോൾ ലെഫ്റ്റിലേക്കുള്ള ലെഫ്റ്റിലും റൈറ്റിലാണ് രണ്ട് ഇൻഡിക്കേറ്റർ സ്വിച്ച് ഇതിലുള്ളത്. പിന്നെ നമുക്ക് സാധാരണ ആക്സിലേറ്റർ പോലെ ആക്സിലേറ്റർ ഉണ്ട്. ഫ്രണ്ടത്തെ ബ്രേക്കും ഈ സൈഡിൽ തന്നെയാണ്. പിന്നെ അതുപോലെ ഈ സൈഡിൽ പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ പറയാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ബ്രേക്ക് ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതിങ്ങനെ ലോക്ക് ചെയ്യാം, ഇതിനെ അമർത്തി കഴിഞ്ഞാൽ ലോക്ക് വിടുകയും ചെയ്യാം. അപ്പോൾ നമുക്കത് പാർക്കിങ്ങിൽ വല്ല നിർത്തി പോകുമ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ. ഓൾറെഡി ഇത് റിവേഴ്സ് പോവില്ല, കയറ്റം നിൽക്കുമ്പോൾ റിവേഴ്സ് പോവില്ല, അങ്ങനൊരു സിസ്റ്റമുണ്ട് ഓൾറെഡി. പക്ഷേ അത് കൂടാതെ നമുക്ക് ഓൾറെഡി ഇതുണ്ട്, നമുക്ക് വേറെ എടുക്കണമെന്നുണ്ടെങ്കിൽ. നമുക്ക് രണ്ട് സ്റ്റോറേജ് സ്പേസ് ഉള്ളത്. ഒന്ന് ഈ സൈഡിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അതുപോലെ നമുക്ക് ഈ സൈഡിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിൽ നമുക്കൊരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. USB ചാർജർ പോർട്ട് ഇവിടെ വരുന്നുണ്ട് ഈ ബ്ലൂവിന്. മറ്റു വണ്ടിക്കൊക്കെ ഇവിടെ ഒരു നമുക്ക് ഡാഷ് പോലെയാണ്, കവറേഡാണ്. ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ രണ്ട് മോഡലിനും കവേർഡാണ്. ഞാൻ വന്നത് ബേസ് മോഡലാണെന്ന്, അതുകൊണ്ട് ചില ചുരുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറാണ്. ഇപ്പോൾ നമുക്ക് ബോഡി ഈ ഭാഗത്ത് നമുക്ക് ആ ഒരു ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എൻജിൻ മോട്ടർ നമുക്ക് പണ്ടത്തെ ഇതുപോലെ തന്നെ ഈ സൈഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ പൊസിഷൻ കവറും നല്ല സ്ട്രോങ് മെറ്റലല്ല, പ്ലാസ്റ്റിക്കാണ്. എന്തായാലും നല്ല സ്ട്രോങ് ആണ്. പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ തട്ടുന്ന ഒരു എടുത്ത് തോന്നില്ല, സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അതിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്കൊരു ലേഡീസ് ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇത് എക്സ്ട്രാ ആണ്. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് ലേഡീസ് ഫുഡ് റെസ്റ്റ്. പിന്നെ സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല, സെൻറ്റർ സ്റ്റാൻഡ് നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. സൈഡ് സ്റ്റാൻഡ് ഓൾറെഡി ഇതിൻ്റെ കമ്പനി വരുന്നതാണ്. നമ്മളിപ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്സ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിലത്തെ ഈ ഒരു ലേഡീസ് ഫുഡ് റെസ്റ്റാണ് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ളതാണത്, ഈ ഫുഡ് റെസ്റ്റ്. പിന്നെ നമുക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കാല് ബാക്കിൽ ഇങ്ങനെ റൈഡർക്ക് വെക്കാൻ വേണ്ടിയിട്ട് പൊസിഷൻ മടക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്കൊരു തട്ടിലൊന്നുമില്ല ഈ സൈഡിൽ. പിന്നെ അതുപോലെ തന്നെ ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചേതക്കിൻ്റെ ലോഗോ ഉണ്ട്. കഴിഞ്ഞ് പിന്നെ ശരിക്കും ഒരു എയർ വെൻ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് അതിൽ വശങ്ങളിലാണെങ്കിൽ നമുക്ക് മറ്റേ റിഫ്ലക്ടർ ഉണ്ട് ഇതിൻ്റെ സൈഡിലും. ഈ സൈഡിൽ വരികയാണെങ്കിലും നമുക്ക് സെയിം അതുപോലെ തന്നെ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അലോയ് വീൽ തന്നെയാണ്. ഫ്രണ്ടത്തെ വീലും ബാക്കത്തെ വീലും സൈസിൽ വ്യത്യാസമില്ലെങ്കിലും രണ്ടും രണ്ട് ടൈപ്പ് വീലാണ്, അലോയ് വീലാണ്. ഇത് കുറച്ചും കൂടി പ്രൊജക്ഷൻ നിൽക്കുന്നതാണ്, മറ്റേത് സ്ട്രെയിറ്റ് ആണ് കുറച്ചും കൂടി. ഇതിപ്പോൾ സൈഡിൽ മോട്ടർ എന്നുള്ളത് കൊണ്ടോ ഇത് വണ്ടിയുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമുക്ക് ഉള്ളിൽ ബാറ്ററി കൺസോളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ബാറ്ററിയൊക്കെ വരുന്നത്. ഈ സൈഡിൽ നമുക്കിങ്ങനെ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്കൊരു പ്രൈമറി ബാറ്ററി ഉണ്ട്, ശരിക്കും ഇതിൻ്റെ ഉള്ളിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് രണ്ട് ബാറ്ററിയാണ് ഇതിലുണ്ടാവുക. ഒന്ന് പ്രൈമറി ബാറ്ററിയും സെക്കൻഡറി ബാറ്ററിയാണ്. പ്രൈമറി ബാറ്ററി ഇതിൻ്റെ താഴെ ചെറിയ ബാറ്ററിയാണ്. ഇത് നമുക്ക് സാധാരണ കാറിലൊക്കെ ഉള്ള പോലത്തെ ഒരു ബാറ്ററിയാണത്. നമുക്ക് ഇഗ്നിഷനോ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓണാവാനും പാർക്ക് ലൈറ്റ് കത്താൻ അങ്ങനെയൊക്കെ നമുക്ക് ബാറ്ററി യൂസ് ചെയ്യാറുള്ളൂ മറ്റുള്ള വണ്ടികളിൽ. അതുപോലത്തെ ഒരു സെറ്റിങ്സ് ഉണ്ട് തോന്നുന്നു. മെയിൻ ബാറ്ററിൻ്റെ ഉള്ളിലായിരിക്കും. ഈ ഭാഗത്താവുന്ന പ്രതീക്ഷ താഴെയാണോ എന്ന് എനിക്കറിയില്ല, അത് തുറന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഉള്ള എഞ്ചിൻ്റെ പോർഷനൊക്കെ കാണാനുണ്ട്. നമുക്ക് ചാവിയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് ഓൺ ചെയ്യുന്നതിനും പിന്നെ മറ്റ് സ്വിച്ച് ഉപയോഗിക്കുന്നത് ഓഫാണ്. പിന്നെ പ്രസ് ചെയ്ത് ആദ്യം ആക്കിയാൽ ഇത് നമുക്ക് ലോക്ക് സാധാരണ അതിൽ പോലെ തന്നെ. പക്ഷേ നമ്മളിപ്പോൾ ചാവി നമ്മൾ പ്രസ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ചാർജറൊക്കെ നമ്മൾ ഈ ബൂട്ടിലാണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ട് നമുക്കിത് ഇവിടെയാണ്, ഇതിലാണ് നമ്മൾ ചാർജ് ചെയ്യണത്. ബൂട്ടിൽ നമ്മൾ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത്. ഈ ചാർജറിൽ നമുക്ക് നോർമൽ പിന്നാണ്, നമുക്ക് ഏത് പ്ലഗ് പോയിന്റിൽ നമുക്കത് കുത്തി ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ സ്വിച്ച് വരുന്നുണ്ട്. നമുക്ക് ടെസ്റ്റ് എന്തെങ്കിലും
മിസ്റ്റേക്ക് സ്റ്റോക്ക് ഉണ്ടോ അതിൽ ഷോക്ക് മീൻസ് എന്താ പറയുക ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ടെസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് കട്ട് ഓഫ് ആവും. ഇത് അമർത്തിയത് ഗ്രീൻ ലൈറ്റ് കത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് ചാർജിങ്ങിലാണ്. അപ്പോൾ ഇതിലൊരു ഫാനൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർമൽ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് ശരിക്കും ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യാറ്. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ചാർജ് ചെയ്യരുത്. ഇങ്ങനെ വെച്ച് ചാർജ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇതിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ബാറ്ററി താഴെ ഉണ്ടാവും. ഏതെങ്കിലും കാരണവശാൽ അത് ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ബാറ്ററിക്ക് അത് ഹീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇവിടെ ചാർജ് ചെയ്യരുത്. നമ്മൾ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം ചാർജർ ചാർജ് ചെയ്യാൻ. നമ്മൾ വേറെ ഏതെങ്കിലും ടേബിളോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്തിട്ട് അതിൽ നിന്ന് വേണം അതിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലൊരു ഹെൽമെറ്റ് നമുക്കിതിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അത് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഹാഫ് ഫേസാണ്. ഇപ്പോൾ സ്കൂട്ടറിന് അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നമുക്കത് കറക്റ്റായിട്ട് നമുക്കിത് അടയ്ക്കാൻ പറ്റും ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാലും. ഇപ്പോൾ നമ്മൾ ചാർജർ നമ്മൾ വണ്ടിയിൽ സ്ഥിരമായിട്ട് വെക്കണമെന്നില്ല. നമുക്കങ്ങനെ ലോങ് റൈഡ് പോകണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു സിറ്റുവേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ചാർജ് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചാർജർ ഈ വണ്ടിയിൽ വെച്ചാൽ മതി. നമ്മൾ ഡെയിലി ഓട്ടം നമുക്ക് ഇത്ര കിലോമീറ്റർ സ്ഥിരമായിട്ട് ഓടുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ചാർജർ വണ്ടിയിൽ വെക്കണമെന്നില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചാർജർ നമ്മുടെ വീട്ടിൽ വെച്ചാൽ മതി. നമുക്ക് ആ സമയത്ത് ചാർജ് ചെയ്യാം, അത് കഴിഞ്ഞ് ദൂരിടാം. ഞാൻ നോർമലി നമ്മുടെ ഓട്ടത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ഹെൽമെറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ഹെൽമെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അവർ. ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാം. ഇപ്പോൾ ഹെൽമെറ്റ് ആരും കൊണ്ടുപോകില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ലോക്കായി കിടക്കും, അങ്ങനെ കിടക്കും. ഒരു ഹെൽമെറ്റ് ഉള്ളിലും ഒരു ഹെൽമെറ്റും പുറത്തും വെക്കുക എന്നാണ് കമ്പനി പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ഇത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോകാം. അതല്ല നോർമൽ കേസിൽ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് കൊണ്ടുപോകാൻ ചാൻസ് കുറവാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതങ്ങനെ വെക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൽ ഹയർ എൻഡ് മോഡലിനാണെങ്കിൽ ഇതിൻ്റെ കൂടിയ മോഡലിനൊക്കെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് ഓൾറെഡി ഈ ഡിക്കിൽ ലൈറ്റ് കത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ബേസ് മോഡലായിരുന്നു ഇതില്ല. ഇത് നമ്മുടെ ചാർജിങ് പോർട്ട്. പിന്നെ നമുക്ക് എത്ര സർവീസ് കോസ്റ്റ് വരും എന്ന് ചിലർക്കൊരു സംശയം ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് ടൈം സർവീസ് വന്നിട്ടുള്ളത് നമുക്ക് 554 രൂപയാണ്. അതിൽ 150 രൂപ അത് വാഷിങ്ങിൻ്റെ ചാർജാണ്. ബാക്കിയാണ് സർവീസ് കോസ്റ്റ് വന്നിട്ടുള്ളത്. എന്താണ് സർവീസിന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതെന്താ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്കിതിൽ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് ടെക് പാക്ക് എന്നാണ് എൻ്റെ പേര്. ഇപ്പോൾ ടെക് പാക്ക് നമുക്ക് ഓരോ വണ്ടിക്കും ഓരോ തരത്തിലാണ്. ഇപ്പോൾ ബേസ് മോഡലിൽ 3000 രൂപയാണ് ലൈഫ് ടൈം ടെക് പാക്ക് എന്നാണ് പറയണത്. മറ്റേതിനൊക്കെ അതായത് വർഷത്തിനനുസരിച്ചിട്ട് ചാർജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക് പാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് വർക്ക് ചെയ്യുള്ളൂ. ടെക് പാക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സൊക്കെ വർക്ക് ചെയ്യുള്ളൂ. മൊബൈലിൻ്റെ നമുക്ക് പെയറിങ് അങ്ങനെ കുറച്ച് ലിമിറ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട്. 3000 കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ നോർമൽ പ്ലഗിലാണ് കുത്തിയിട്ടുള്ളത്. നമ്മൾ ചാർജർ വെച്ചിട്ടുണ്ട്. ചാർജറിൻ്റെ ഈ പുഷുണ്ട്. ഇത് നമുക്ക് ഈ റബ്ബറിൻ്റെ നമുക്ക് ഊരണം. ഊരി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടത്. നമുക്ക് തുറന്നതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് വയർ ഇതുപോലെ എടുത്ത് നമുക്കിതിൽ കറക്റ്റായിട്ട് നമുക്ക് പ്രസ് ചെയ്യാം. ലോക്കായി കഴിഞ്ഞാൽ നമുക്കിത് അടയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് കുത്തിയിട്ടുണ്ട്. നമുക്കിത് അടച്ചിട്ട് ലോക്കായതിന് ശേഷം നമുക്ക് ചാർജ് ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. നമുക്ക് ഇത് കൂടെ ഇടണ്ടേ. നമുക്ക് ഈ പോർഷൻ വന്നു, നമ്മൾ കണക്ട് ചെയ്തു. ഇത് നമ്മൾ ടച്ച് ചെയ്യാണ്. നമുക്ക് ഇത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ ഇത് ഗ്രീനാണ്. ഇപ്പം നമ്മൾ ടെസ്റ്റിന് വേണ്ടി നമ്മൾ അമർത്താൻ പറഞ്ഞില്ലേ, ഇങ്ങനെ റെഡ് എത്തും, ഇത് ചാർജ് ആവില്ല. ഈ ഗ്രീൻ അമർത്തി കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും റീസെറ്റ് ആവും. ഈ ചാർജിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ലൈറ്റ് കത്തുന്ന കാണാം. ഇപ്പോൾ ചാർജിങ് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഫ്രണ്ടിലത്തെ നമുക്ക് DRL കത്തും സ്റ്റാർട്ടിങ്ങിൽ. നമുക്ക് ചാർജിങ് ഓണായി. അതുപോലെ നമുക്കിത് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിത് കാണിക്കും എത്ര ടൈം നമുക്ക് ചാർജ് ചെയ്യണം. ആ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കാണിക്കും. ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ് കാണാം. ബാറ്ററി ടെമ്പളം കാണിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിൽ ലൈറ്റ് ടെയിൽ ലാമ്പൊക്കെ നമുക്ക് കത്തി കിടക്കുന്ന കാണാം. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അത് മൊത്തം ഓഫായിട്ട് നോർമൽ സ്കൂട്ടർ നിൽക്കുന്ന പോലെ ആയിട്ടാണ് നമുക്കത് ചാർജിങ് സ്റ്റാർട്ടാവുക. പിന്നെ നമുക്കിതിൽ വരുന്നത് നമ്മുടെ ഇതിലത്തെ ഫാൻ തിരിയുന്നുണ്ട്. ചാർജർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് കൂടെയൊക്കെ എയർ സൈഡിൽ കൂടെ നമുക്ക് എയർ വരുന്നതാണ്. നമുക്ക് കാണില്ല എയർ. ഇതിന് കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു സൈഡ് വലിച്ച് ഒരു സൈഡ് എയർ വിടുകയാണ് ചെയ്യുന്നത്. കൂളിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ചാർജർ നമുക്ക് കത്തുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ചാർജ് ആവേണ്ടിയിരിക്കുകയാണ് നമുക്ക്. ഇത്ര സെക്കൻഡുകൾ കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ ഈ ബാക്കിലത്തെ ലൈറ്റ് പോലെ DRL നമുക്ക് കിടും ചാർജായി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അത് ഓഫായിട്ടുണ്ട്. ചാർജിങ്ങിൽ ഇപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്നതാണ്
ഇപ്പോൾ നമുക്ക് 49 കിലോമീറ്റർ ഓടാം. ഇത് സ്പീഡ് വരില്ല. നമ്മൾ ചാർജറിൻ്റെ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ന്യൂട്രലാണ് വാണിംഗ് ലൈറ്റ് എത്തുന്നുണ്ട്. അപ്പം ചാർജർ ഞാൻ കണക്ട് ചെയ്തിട്ടാണ് വാണിംഗ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂട്രൽ എൻ എത്തുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ മോഡുണ്ട്. മോഡ് മാറുന്നതനുസരിച്ച് നമുക്ക് ഇപ്പോൾ മൊത്തം ഓടോക്ക് എത്ര കിലോമീറ്റർ 1401 കിലോമീറ്റർ നമ്മൾ ഓടി കഴിഞ്ഞു ഓടോ കിലോമീറ്റർ. പിന്നെ നമുക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 42 കിലോമീറ്ററാണ് ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 48% ചാർജാണ് ഇപ്പോൾ ഉള്ളത്. 49 കിലോമീറ്റർ നമുക്ക് ഓടാം. ഇതാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ടൈം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സർവീസിൻ്റെ ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിലൊരു സ്പാനറിൻ്റെ എംബ്ലം കാണിക്കും. അപ്പോൾ നമ്മൾ സർവീസിന് ബുക്ക് ചെയ്ത് നമ്മൾ സർവീസിന് പോകേണ്ടതാണ്. ഇതാണ് ഇത് ഇത്രയും ആണ് ഈ ഒരു മീറ്റർ ഡിസ്പ്ലേയിലുള്ളത്. ടച്ച് സ്ക്രീനല്ല, ഏറ്റവും കൂടിയ മോഡലിന് പ്രീമിയം എന്നുള്ള മോഡൽ ടച്ച് സ്ക്രീനാണ്. ഇതിനും ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ മോഡലും ടച്ച് സ്ക്രീനല്ല. പിന്നെ ഇതിന് ഓൾറെഡി കീ ആണ്. മറ്റു വണ്ടിക്ക് കീലല്ല, നമുക്ക് മറ്റേ കീലെസ് എൻട്രിയാണ്. ഇത്രയുമാണ് ഈ മീറ്റർ കൺസോളിലുള്ളത്. ഇതിൻ്റെ ചാർജിങ് കഴിഞ്ഞ് നമ്മളത് ഊരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് പ്രസ് ചെയ്തിട്ട് വേണം നമുക്കിത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രസ് ചെയ്തിട്ട് അതൊക്കെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൂരം ഇങ്ങനെ നമ്മൾ ദൂരമുണ്ട്. ഊരിന് ശേഷം നമ്മളിത് കറക്റ്റായിട്ട് ഇത് അടച്ചു വയ്ക്കണം. ഇല്ലാച്ചെങ്കിൽ നമുക്കിത് വെള്ളം ഇറങ്ങാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ചാർജറിൻ്റെ ഈ പോർഷനാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ റബ്ബർ ക്യാപ്പ് ഇട്ടിട്ട് നമ്മൾ മൂടി വയ്ക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റ് റബ്ബറായിട്ട് ക്യാപ്പിട്ട് മൂടി വയ്ക്കണം. അപ്പോൾ അതിലേക്ക് പൊടിയൊന്നും കയറാതിരിക്കാനാണ്. ഇത് പ്രസ് ചെയ്തിട്ടാണ് നമുക്കിത് ക്ലിപ്പ് ഊരാൻ വേണ്ടിയിട്ട് തന്നു. ഇത്രയാണ് ചാർജിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ റെഡ് ലൈറ്റ് കത്തും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഗ്രീൻ അമർത്തി കഴിഞ്ഞാൽ അത് വീണ്ടും ചാർജ് ആയി തുടങ്ങും. ഒരു ഇത് മറ്റേ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് നമുക്കുണ്ടായ അനുഭവങ്ങൾ. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മറ്റേ പെട്രോൾ സ്കൂട്ടർ പോലെയല്ല. നമ്മൾ ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാൽ വണ്ടി മോട്ടർ കട്ട് ഓഫ് ആവും. പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ മാത്രമേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പെട്രോൾ വണ്ടിക്കാണെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞാലും ഒരു കുറച്ചൊക്കെ വണ്ടി ഇങ്ങനെ പോകും. പക്ഷേ ഇത് ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ കട്ട് ഓഫ് ആവുക ചെയ്യുക. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും മോട്ടർ കട്ട് ഓഫ് ആവും. പിന്നെ നമ്മൾ രണ്ടാമത്തെ ആക്സിലേറ്റർ കൊടുത്തിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർമൽ പെട്രോൾ വണ്ടി ഓടിക്കുന്നത് പോലെയല്ല, ഇലക്ട്രിക് വണ്ടിക്ക് ഓടിക്കുന്നുള്ള ഒരു ഡിഫറൻസ് ചെറുതായിട്ടുണ്ട്. പിന്നെ നമുക്ക് മൈലേജിൻ്റെ പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് മൈലേജ് 123 കിലോമീറ്റർ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. എനിക്കൊരു ഫുൾ ചാർജിൽ ആദ്യം 94 കിട്ടിയിരുന്നത്. പിന്നെ ഇപ്പോൾ അത് കാണിക്കുന്നുണ്ട് 104 വരെ ചില സമയത്ത് ചാർജിങ്ങിൽ കാണിക്കുന്നുണ്ട്. 100% ചാർജ് ആക്കിയിട്ടുണ്ടെങ്കിൽ 104 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. പിന്നെ വരുന്നത് ചില സമയങ്ങളിൽ 96 കിലോമീറ്റർ ഫുൾ ചാർജിൽ കാണിക്കുക. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിന് നെക്സ്റ്റ് സർവീസിന് ഞാനത് ഷോറൂമിലൊന്ന് അന്വേഷിച്ചോട്ടെ എന്താ അതിൻ്റെ സംഭവം എന്നുള്ളത്. പിന്നെ നമുക്ക് റീജനറേറ്റിംഗ് എനർജി ഉണ്ട്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇറക്കത്ത് ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു സിമ്പിൾ നമ്മൾ പെട്രോളിൻ്റെ ടാങ്ക് പോലത്തെ സിമ്പിൾ കാണിക്കും. ചില റീജനറേറ്റിംഗ് എനർജിയാണ്. നമ്മൾ ആ ഒരു ഇറക്കറങ്ങതിൽ മോട്ടർ തിരിയുമ്പോൾ റിവേഴ്സായിട്ട് എനർജി കയറുന്നതെന്നാണ് പറയുന്നത്. ആ സമയങ്ങളിൽ ഞാൻ കൂടി നമുക്ക് 104 കിലോമീറ്റർ ചാർജ് ഫുൾ ചാർജിൽ ഓടുകയും പിന്നെ ജനറേറ്റിംഗ് എനർജി കൂടി വരുമ്പോൾ നമുക്ക് 124 കിട്ടും എന്നാണോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ എന്തെങ്കിലും വേറെ പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാര്യം പറയാൻ എന്താ വെച്ചാൽ നമ്മൾ പെട്രോൾ സ്കൂട്ടർ പോലെ അല്ല, കുറച്ചുകൂടി സ്മൂത്താണ് വണ്ടി ഓടിക്കാൻ. നമുക്ക് അതുപോലെ ശബ്ദങ്ങളില്ല, വൈബ്രേഷൻസ് ഇല്ല, നമുക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കൂടുതൽ കിലോമീറ്റർ ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ക്ഷീണം അങ്ങനെയൊന്നും ഇല്ല. സ്കൂട്ടർ ആണെങ്കിൽ കൂടി ക്ഷീണമൊന്നുമില്ല, എന്നുവെച്ചാൽ വൈബ്രേഷൻ ഇല്ല, നമ്മൾ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗുണം ഇലക്ട്രിക് സ്കൂട്ടറിനുണ്ട്. പിന്നെ നമുക്കൊരു യൂണിറ്റിന് ഒരു ഫുൾ ചാർജിന് 3 യൂണിറ്റ് എന്നാണ് അവർ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. നമുക്കൊരു 5 യൂണിറ്റ് വരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുക. ഏകദേശം 5 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് യൂണിറ്റിന് ഇപ്പോൾ KCB ചാർജിന് 8 രൂപ 10 രൂപയാണെന്ന് തോന്നുന്നു. 10 രൂപയാണെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. 50 രൂപയ്ക്കാണ് നമ്മളൊരു 100 കിലോമീറ്റർ വണ്ടി സഞ്ചരിക്കുന്നത്. അപ്രോക്സിമേറ്റ് 100 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് പെട്രോൾ വണ്ടിയെ അപേക്ഷിച്ച് എന്തായാലും നമുക്കതൊരു ലാഭം തന്നെയാണ്. പിന്നെ നമുക്ക് 6 മാസം അല്ലെങ്കിൽ വർഷത്തിൽ നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാറുണ്ട്. പൊല്യൂഷൻ ടെസ്റ്റ് അത് നമുക്ക് പെട്രോൾ വണ്ടിക്ക് ചിലതിന് സ്കൂട്ടറിനൊന്നും ഇപ്പോൾ കിട്ടാറില്ല. പിന്നെ നമുക്ക് അതിൽ ഓയിൽ ചേഞ്ചും ഫിൽറ്റർ മാറുക അങ്ങനെ കുറേ സർവീസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു പൊല്യൂഷൻ ടെസ്റ്റ് കിട്ടണത്. അപ്പോൾ അങ്ങനെ പൊല്യൂഷനെ കുറിച്ച് പേടിക്കണ്ട. പിന്നെ ഗോ ഗ്രീനാണ്, നമ്മളായിട്ടൊരു ഭൂമിക്ക് ഒരു പൊല്യൂഷനായിട്ട് ഉണ്ടാക്കണില്ല. ഇത്രയും ഗുണങ്ങളാണ് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.